ഹാർദിക് പാണ്ഡ്യയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുംബൈ ഇന്ത്യൻസ്. ഈ സീസണിലെ മോശം പ്രകടനമാണ് പാണ്ഡ്യയ്ക്ക് തിരിച്ചടിയായത്. നായകസ്ഥാനത്തിന് പുറമെ ഹാർദിക്കിന്റെ ആദ്യ 11 സ്ഥാനം തന്നെ ഭീഷണിയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. മുംബൈ ഇന്ത്യൻസിന് IPLൽ വൻ പരാജയങ്ങളാണ് നേരിടേണ്ടി വന്നത്. നിലവിലെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇത് വലിയ ക്ഷീണം തന്നെയാണ് വരുത്തിവെച്ചത്. പാണ്ഡ്യയ്ക്ക് നായകസ്ഥാനം പോലും നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹാർദിക് പാണ്ഡ്യയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുംബൈ ഇന്ത്യൻസ് ഒരുങ്ങുന്നതായാണ് പറയുന്നത്. ടീം മാനേജ്മെന്റ് പുതിയ നായകനായി ചർച്ചകൾ ആരംഭിച്ചെന്നും പറയുന്നു. മുൻ നായകനും മുംബൈയുടെ മുതിർന്ന താരവുമായ രോഹിത് ശർമ്മയുമായി ഇതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ചർച്ച നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രോഹിത്തിന്റെ പിന്തുണയുള്ള താരത്തെ പുതിയ നായകനായി തീരുമാനിക്കാനായിരിക്കും ധാരണ. ഈ സീസണിലെ മോശം പ്രകടനം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് തിരിച്ചടിയായത്. 14 കളികളിൽ 4 ജയം മാത്രമുള്ള മുംബൈ ഇന്ത്യൻസ് പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണുള്ളത്. ഈ സാഹചര്യത്തിലാണ് പാണ്ഡ്യയ്ക്കെതിരെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലടക്കം കടുത്ത തീരുമാനങ്ങളിലേക്ക് ഫ്രാഞ്ചൈസി കടക്കാൻ തീരുമാനിക്കുന്നത്. ഹാർദിക്കിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യതയുണ്ടെന്നും ടീമിൽ ഒരു കളിക്കാരനായി തുടരണമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹാർദിക്കിനെ നായകനായി നിലനിർത്താൻ ടീം മാനേജ്മെന്റിന് താൽപര്യമില്ല എന്നതാണ് സൂചനകൾ. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ സീസണിലുടനീളം ഉണ്ടായിരുന്നുവെന്നാണ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള മുംബൈയുടെ അവസാന മത്സരത്തിന് ശേഷം കോച്ചിംഗ് സ്റ്റാഫ് മുതിർന്ന കളിക്കാർക്ക് നൽകിയ സന്ദേശവും ഈ മാറ്റങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഒന്നാണ്. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കോച്ചിംഗ് സ്റ്റാഫ് നൽകിയ പല നിർദ്ദേശങ്ങളും കളിക്കാർ മൈതാനത്ത് നടപ്പിലാക്കാൻ തയ്യാറായില്ലെന്ന അതൃപ്തി മാനേജ്മെന്റിനുമുണ്ട്. എവിടെ കളിച്ചാലും കോച്ചുമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കളിക്കാർ തയ്യാറാകണമെന്ന് കോച്ചിംഗ് സ്റ്റാഫ് മുതിർന്ന താരങ്ങൾക്ക് കർശന നിർദ്ദേശവും നൽകി. മാത്രമല്ല, മുംബൈ ആരാധകരുമായി ഹാർദിക് പാണ്ഡ്യയ്ക്കുള്ള ബന്ധം എപ്പോഴും സങ്കീർണമായിരുന്നു. മുംബൈ ഇന്ത്യൻസിലൂടെ വളർന്നുവന്ന് പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് മാറുകയും അവിടെ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഹാർദിക് 2024 മുംബൈയിലേക്ക് തിരിച്ചെത്തിയത്. ഇന്ത്യയെ ഏകദിന ലോകകപ്പ് ഫൈനൽ വരെ നയിച്ച രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയ നടപടി ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം സ്റ്റേഡിയത്തിൽ പോലും ഹാർദിക്കിന് കാണികളിൽ നിന്ന് കൂവൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ സീസണിൽ മുംബൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 2025 പ്രകടനത്തിൽ നേരിയ പുരോഗതി ഉണ്ടായെങ്കിലും പ്രതീക്ഷ നിലനിർത്താൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ അവസാനിച്ച 2026 സീസണിലെ തകർച്ചയോടെ ആരാധകരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ്. നിലവിൽ മുംബൈ വിട്ടാൽ ഹാർദിക് CSKയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ സൂചന ഹാർദിക് പാണ്ഡ്യയുടെ കാമുകിയായ മഹിക ശർമ്മ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ആഴ്ചകളിൽ ടീം വീണ്ടും ഒന്നിക്കുമ്പോൾ നിർണായകമായ പല ചർച്ചകളും നടക്കാൻ സാധ്യതയുണ്ട്. ഹാർദിക് പാണ്ഡ്യ ടീമിനെ നയിക്കുമോ അതോ വെറുമൊരു കളിക്കാരനായി തുടരുമോ അതോ ടീമിൽ നിന്ന് തന്നെ പുറത്താകുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമാണ് പൂർണ്ണമായുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുകയുള്ളൂ. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.